ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലേക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബിഗ് ബോസ് വീട്ടിലെ 6 മത്സരാർത്ഥികളിൽ നിന്ന് ഒരാൾ കൂടി മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായി പുറത്തു പോകുന്നു. വളരെ ഷോക്കിംഗ് ആയ ഒരു എവിക്ഷൻ. ബിഗ് ബോസ് വീട്ടിൽ ഫിനാലെ വീക്കിൽ ആദിലയുടെ എവിക്ഷന് ശേഷം 6 മത്സരാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അക്ബർ, നെവിൻ, നൂറ, ഷാനവാസ്, അനീഷ്, അനുമോൾ എന്നിവരായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഇവരിൽ നിന്ന് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഫൈനൽ 6 കണ്ടസ്റ്റന്റായി നൂറ പടിയിറങ്ങിയിരിക്കുന്നു. ബിഗ് ബോസിന്റെ ഈ ഫിനാലെ വീക്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷനാണ് നിലവിൽ നടന്നിരിക്കുന്നത്. ഈ ഒരു എവിക്ഷൻ പ്രേക്ഷകർ പലപ്പോഴും പ്രതീക്ഷിച്ച് കാണില്ല. ചില സാഹചര്യങ്ങളിൽ നൂറയുടെയും ആദിലയുടെയും വോട്ടുകൾ ഒരുമിച്ച് ചേർത്ത് നിലവിൽ വിജയിയാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവരുടെ വോട്ടിങ്ങിന് മുകളിൽ വോട്ട് ലഭിക്കുന്ന സാഹചര്യം വരെ എത്തിയതായിരുന്നു. ആദില നേരത്തെ ഔട്ടായാൽ സർപ്രൈസായി മറ്റൊരു വിജയി ഉണ്ടാകുമോ എന്ന കാര്യം ചർച്ച ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പോലും ഈ ചാനൽ ചെയ്തതുമാണ്. എന്നാൽ ഇപ്പോൾ 6ാം സ്ഥാനക്കാരിയായി നൂറയും ബിഗ് ബോസ് വീട്ടിനോട് വിട പറഞ്ഞിരിക്കുന്നു. ഫിനാലെ വീക്കിൽ റീ എൻട്രിയുടെ ഭാഗമായി വീട്ടിലേക്ക് തിരികെ എത്തിയ മത്സരാർത്ഥികൾ വീട്ടിൽ ഉണ്ടാക്കിയ സംഭവ വികാസങ്ങൾക്കും അതിനോടുള്ള പ്രതികരണങ്ങളുടെയും ഒരു മറുപടി എന്നോണമാണ് നൂറ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിൽ റീ എൻട്രിയിൽ എത്തിയ മത്സരാർത്ഥികൾ പ്രഥമ ദൃഷ്ട്യാ അനുമോൾക്കെതിരായിരുന്നു എങ്കിലും അനുമോൾക്കെതിരെ നടത്തിയ പ്രസ്താവനകളുടെയും സംസാരങ്ങളുടെയും ഒക്കെ ഭാഗമായി ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റഡ് ആയത് ആദിലയും നൂറയുമായിരുന്നു. ആദിലയുടെ എവിക്ഷൻ ഏറെക്കുറെയൊക്കെ പലരും പ്രതീക്ഷിച്ചതാണെങ്കിലും നൂറയുടെ എവിക്ഷൻ പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആദിലയും നൂറയും ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രിയിലൂടെ വന്ന മത്സരാർത്ഥികൾ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് നടത്തിയ പ്രതികരണങ്ങൾ പ്രേക്ഷകരെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രിയായി എത്തിയ മത്സരാർത്ഥികളുടെ ഈ സംസാരങ്ങളുടെയും പ്രവൃത്തികളുടെയും അനിഷ്ട ഫലങ്ങൾ സ്വീകരിക്കേണ്ടി വന്നത് ആദില നൂറയ്ക്കുമാണെന്ന് പറയാം. ആദിലയും നൂറയും ഔട്ടാകുന്നു എന്നത് മാത്രമല്ല ഇതിലെ പ്രശ്നം. മറ്റൊരു കാര്യം, ബിഗ് ബോസ് വീട്ടിലെ ഫിനാലെ വീക്ക് വരെ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന 2 മത്സരാർത്ഥികളാണ് ആദിലയും നൂറയും. ഫിനാലെ വീക്കിലെ സാഹചര്യത്തോട് ഇവർ പ്രതികരിച്ച രീതി പ്രേക്ഷകർക്കിടയിൽ ഇവർക്കെതിരായ ഒരു തരംഗം കൂടി സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് ഇവരുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നു എന്നൊരു സാഹചര്യം ബിഗ് ബോസ് വീട്ടിൽ പുറത്തുണ്ട് എന്നതാണ്. ഇതറിയണമെങ്കിൽ ഔട്ടായ ശേഷം ആദില അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ബിഗ് ബോസ് വീട്ടിൽ ഫിനാലെ ആഴ്ചയിൽ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ പ്രേക്ഷകർ എത്രമാത്രം ഇവർക്കെതിരായിട്ടുണ്ട് എന്നത് അറിയാൻ കഴിയും. ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രി ചെയ്ത ചില മത്സരാർത്ഥികൾക്ക് വിജയി ആരാകും എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. പലരും അവരുടെ ലക്ഷ്യം നിലവിൽ വിജയിയാകാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയെ വിജയിപ്പിക്കാതിരിക്കുക എന്നതാണ് എന്ന് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. എന്നാൽ സത്യത്തിൽ സംഭവിച്ചത് ആ മത്സരാർത്ഥി ഉൾപ്പെടെയുള്ളവരെ വളരെ നെഗറ്റീവായി ചിത്രീകരിക്കാനും അവരെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും ബിഗ് ബോസ് വീട്ടിലും ഉണ്ടാക്കാനും അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് വഴി മറ്റ് നിലവിലെ മത്സരാർത്ഥികളിൽ ചിലരെങ്കിലും നെഗറ്റീവ് ആകാനും ഒക്കെ കാരണമായിട്ടുണ്ട്. ഈ ഫിനാലെ വീക്കിലെ റീ എൻട്രിയുടെ സമയത്ത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് വീട്ടിലെ ഈ ആഴ്ചത്തെ മത്സരാർത്ഥികളുടെ ഭാവി അവർ റീ എൻട്രിയിൽ എത്തുന്ന മത്സരാർത്ഥികളുടെ സംസാരങ്ങളോടും പ്രവൃത്തികളോടും ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നു എന്നതിനോട് ബന്ധപ്പെട്ടിരിക്കുമെന്ന്. അത് സത്യത്തിൽ തെളിയിക്കുന്ന സംഭവവികാസങ്ങളാണ് നൂറയുടെ എവിക്ഷനിലൂടെ ബിഗ് ബോസ് വീട്ടിൽ നടന്നത്. ഏതായാലും ബിഗ് ബോസ് വീട്ടിലെ ഫിനാലെ വീക്കിൽ ഫൈനൽ 5ന്റെ ഭാഗമാകേണ്ട ഒരാളായിരുന്നു നൂറ എന്ന് വിശ്വസിക്കുന്നവരാണ് പ്രേക്ഷകരിൽ പലരും. ഏതായാലും നൂറയുടെയും ആദിലയുടെയും ഫിനാലേക്ക് തൊട്ടുമുമ്പുള്ള ഫിനാലെ വീക്കിലെ കൊഴിഞ്ഞുപോക്ക് പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും നൂറയുടെ കൊഴിഞ്ഞുപോക്ക്. നൂറയുടെ എവിക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കമൻറ്റ് ചെയ്യും.